ഹായ് ഗൈസ്, അപ്പൊ ഇന്ന് ഞാനുള്ളത് ജോർജിയയിലെ ടിബിൽസി മെഡിക്കൽ അക്കാഡമിയുടെ എൻട്രൻസിലാണ് കേട്ടോ ഉള്ളത്. 1992 ഈ മെഡിക്കൽ അക്കാഡമി എസ്റ്റാബ്ലിഷ് ആയത്. സോ നമുക്ക് ക്യാമ്പസ് വിശേഷങ്ങളിലേക്ക് ഒന്ന് പോവാം. സോ ഇതാണ് ക്യാമ്പസിന്റെ എൻട്രൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ടിബിൽസി ക്യാപിറ്റൽ സിറ്റിയിൽ തന്നെയാണ് നമ്മുടെ ക്യാമ്പസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എളുപ്പമാണ്. അതിന് നിയറസ്റ്റ് തന്നെ നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ്, സ്റ്റേ കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ക്യാമ്പസിലേക്കുള്ള എൻട്രി. ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ടാണ് മുകളിൽ കാര്യങ്ങളാണ് നമുക്ക് ക്ലാസ് ഒക്കെ വരുന്നത്. നമുക്ക് ഫസ്റ്റ് ഇയറിൽ സ്റ്റുഡൻസിന് ഓസ്കി എക്സാമിനേഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഓസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവബിൾ സ്ട്രക്ചർ ക്ലിനിക്കൽ എക്സാമിനേഷൻ. സോ നമുക്ക് അതിൽ പ്രാക്ടിക്കൽസ് കൊടുക്കുന്ന മാനിക്യൂൻസ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. അത് നമുക്കൊന്ന് കാണാം. നിങ്ങൾ മൊത്തത്തിൽ കണ്ടാൽ മനസ്സിലാവും. സോ കറന്റ് ക്ലാസ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് ക്ലാസ് റൂംസ് ഓപ്പൺ ചെയ്ത് കാണിക്കൽ പോസിബിൾ അല്ല. ഇപ്പോൾ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി തന്നെയാണ് TMA. ഇത് നമുക്ക് ഓസ്കി സെന്റേഴ്സ് ആണ് കേട്ടോ. നിങ്ങൾക്കറിയാം, അതായത് MBBS പഠിക്കുന്ന സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും പ്രാക്ടിക്കൽസ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവണം. സോ ഓസ്കി എന്ന് പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഇവിടെ ഓസ്കി സെന്റേഴ്സ് കാര്യങ്ങൾ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. സോ ഗൈസ്, ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഓസ്കി യൂണിറ്റ്സ് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ഓസ്കി യൂണിറ്റ്സ് ആണ് വരുന്നത്. ഇപ്പോൾ ഗൈനക്കോളജി ആയിക്കോട്ടെ, പീഡിയാട്രിക്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് പ്രാക്ടിക്കൽസ് കാര്യങ്ങൾക്ക്, അതായത് പ്രാക്ടിക്കൽ കാര്യങ്ങൾക്കൊക്കെ അത്രയും എക്സ്പോഷർ കിട്ടുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇത്. മാത്രമല്ല, ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടിട്ടാവും ഓരോന്നിനും ഓരോ സ്പെഷ്യൽ മാനിക്യൂൺസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ മലയാളി സ്റ്റുഡൻസ് ആയിട്ടൊക്കെ സംസാരിച്ച സമയത്താണെന്നുണ്ടെങ്കിലും അവരത്രയും അധികം ഹാപ്പിയാണ് കേട്ടോ. ഇപ്പോൾ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിലും സ്റ്റുഡൻസ് കറന്റ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. സോ ഗൈസ്, ഇപ്പം ഞാൻ നിങ്ങൾക്ക് ക്യാമ്പസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഓസ്കി യൂണിറ്റ്സ് കാര്യങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ഓസ്കി യൂണിറ്റ്സ് കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഗൈനക്കോളജി വരുന്നുണ്ട്, പീഡിയാട്രിക്സ് വരുന്നുണ്ട്. സോ അതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽസ് കാര്യങ്ങൾ കിട്ടുന്ന ഒരു ക്യാമ്പസ് തന്നെയാണ്. മാത്രമല്ല, ഇപ്പോൾ റീച്ചബിലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം, ടിബിൽസി എന്നുള്ളത് ജോർജിയയുടെ ക്യാപിറ്റൽ സിറ്റിയാണ്. അപ്പം ഞാൻ ടിബിൽസിയിൽ റീച്ച് ആയത് ഇൻഡിഗോ എയർലൈൻ വഴിയിട്ടായിരുന്നു. നമുക്ക് വൺ സൈഡ് ഒരു 20-25 റേഞ്ചിലായിരിക്കും നമ്മുടെ എയർ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവാം. സോ നിങ്ങൾക്ക് ടിബിൽസി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിയർ ബൈ തന്നെ നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് തന്നെയാണ്. സോ മാത്രമല്ല, മലയാളി സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ടിബിൽസിയിലെ മലയാളി സ്റ്റുഡൻസ് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സോ നമുക്ക് ടിബിൽസിയിലേക്കുള്ള ട്രാവലിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു 7 മണിക്കൂറാണ് വരുന്നത്. മാത്രമല്ല, ഞാനിപ്പോൾ ട്യൂഷൻ ഫീസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് $7,000 ആണ് നമുക്ക് ട്യൂഷൻ ഫീസ് വരുന്നത്. പിന്നെ നമ്മുടെ ലിവിംഗ് കോസ്റ്റ് വരുവാണെങ്കിൽ ഒരു ആവറേജ് $275 മുതൽ $300 വരെയാണ് ലിവിംഗ് കോസ്റ്റ് വരാറുള്ളത്. സോ ഇതാണ് നമ്മുടെ TMAയുടെ ടോട്ടൽ വിശേഷങ്ങൾ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ കണ്ടത്. സോ ഗൈസ്, ആഫ്റ്റർ +2 MBBS എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ജോർജിയാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ, TMA ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ TMAയുടെ വിശേഷങ്ങൾ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഫർദർ മോർ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടും ഫ്രീ കൗൺസിലിംഗിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ESA എഡ്യൂക്കേഷനായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്.